നമ്മുടെ ഒരു ദിവസത്തെ ഒരു മണിക്കൂർ നമുക്ക് ഒരു കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും മാറ്റം വരും. അതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സ്ട്രെയിൻ എടുക്കും. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂറത്തെ കാര്യമാണ് കേട്ടോ. പക്ഷേ ഒരു മണിക്കൂറല്ല, ഒരു വർഷമല്ല, 10 വർഷമല്ല, 20 വർഷവുമല്ല, 27 വർഷക്കാലം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിത്വം നമുക്കിടയിൽ ജീവിച്ചിരുന്നു ഒരു നാൾ. അദ്ദേഹത്തിൻ്റെ 27 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും സ്വന്തം കാര്യം നോക്കാതെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമത്വത്തിന് വേണ്ടിയിട്ട് പോരാടി, വർണ്ണവിവേചനങ്ങൾക്കെതിരായി പോരാടി. അങ്ങനെ വിജയം വരിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ നെൽസൺ മണ്ടേല. അദ്ദേഹം എന്തുകൊണ്ടാണ് 27 വർഷക്കാലം ജയിലറകളിൽ കഴിയേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ സമത്വത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ്, വർണ്ണവിവേചനങ്ങൾക്കെതിരായി പോരാടിയത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ എത്രയോ പൂർവികർ ഇതുപോലെ സമത്വത്തിനും സമാധാനത്തിനും വേണ്ടി പോരാടിയത് കൊണ്ടാണ്. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ. നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ഇനിയുള്ള കാലം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആത്മധൈര്യം കൈവരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവ കഥകൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു.